മീഡിയ വൺ ചാനലിനെതിരെ നിയമയുദ്ധത്തിന് CPM. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ പ്രചരിപ്പിക്കുന്നത് അപരമത വിദ്വേഷമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. NDF-ന് എതിരായ മുൻ MLA N. കണ്ണന്റെ സബ്മിഷൻ പോലും മതസ്പർദ്ധ ഉണ്ടാക്കാനായി ഉപയോഗിച്ചെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു ചാനലാണ്. രാജ്യത്ത് മതരാഷ്ട്രമുണ്ടാക്കാനും മറ്റു മതസ്ഥരെ അന്യരായി കാണുകയും ചെയ്യുന്ന ആശയ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്യ മതവിഭാഗങ്ങളോട് ശത്രുതാപരമായ നിലപാട് അതിൻ്റെ ആശയ പ്രത്യശാസ്ത്രത്തിൽ തന്നെ കൃത്യമായിട്ടും ഉള്ളത് ആണ്. അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ വൺ തുടർച്ചയായി ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയുമാണ്. ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം ഐക്യമുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി യോജിച്ച് പോകുന്ന വിഭാഗമായിട്ട് ഇപ്പോഴെല്ലാവർക്കും അറിയാൻ കഴിയും. അതിനിപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു പുതിയ ഉപാധി വണ്ടൂർ മുൻ MLA ആയ സഖാവ് കണ്ണനെയും അതുപോലെ ആ മണ്ഡലത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും സ്ഥിരമായി മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അവർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രനുണ്ട്. മഹേഷ്, മീഡിയ വൺ ചാനലിനെതിരെ നിയമയുദ്ധത്തിന് ഒരുങ്ങുകയാണ് CPM. എത്തരത്തിലാണ് പാർട്ടിയുടെ നീക്കം? സംഗീത, ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ചാനലായ മീഡിയ വണ്ണും ദുഷ്പ്രചരണം നടത്തുകയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. മതരാഷ്ട്രമുണ്ടാക്കാനും മറ്റു മതസ്ഥരെ അന്യരായി കാണിക്കുകയും ചെയ്യുന്ന ആശയ പ്രചാരണമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിന് ഭാഗമായാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തത്. തുടർച്ച ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDF-ന്റെ ഐക്യമുന്നണി പ്രസ്ഥാനം കൂടിയാണ്. NDF തീവ്രവാദത്തിനെതിരെ നിയമസഭയിൽ N. കണ്ണൻ അവരുടെ സബ്മിഷൻ അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ C. ദാവൂദിനും മീഡിയ വൺ ചാനലിനുമെതിരെ CPM നിയമനടപടി സ്വീകരിക്കുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. മതവിഭജനം നടത്തി മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുന്നതിനെതിരെയുള്ള സബ്മിഷനായിരുന്നു N. കണ്ണന്റേത്. NDF എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരായിരുന്നു ആ സബ്മിഷൻ. മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇതിന്റെ പേര് ഇപ്പോൾ മീഡിയ വൺ തെറ്റിദ്ധരിച്ച് നടത്തുന്നതും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. സംഗീത. ശരി മഹേഷ്.